ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ലഞ്ച് ബോക്സിലോട്ടൊക്കെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാമെന്ന് ആലോചിക്കുന്ന അമ്മമാർക്ക് വേണ്ടി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, സിമ്പിളാണ്, സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്കിതിന് ആദ്യം തന്നെ നെയ്ച്ചോറാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും ഓയിലും ഒഴിച്ചിട്ട് അതിലോട്ട് എന്താ പറയുക, നമ്മളെ ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, കറി എല്ലാം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഉള്ളി ചേർത്ത് വഴറ്റട്ടോ. വഴറ്റുന്ന സമയത്ത് നമ്മൾ മസാല തേച്ചിട്ടുള്ള സോയാബീൻ ഒന്ന് പൊരിക്കാൻ വേണ്ടി ഇടും ചെയ്യട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വാടി വരുന്ന സമയത്ത് അതിൻ്റെ മുന്നേ തന്നെ നമുക്കിതിൽ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ അത് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ലാസ്റ്റ് ഇടുന്നത്. അതും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം നമുക്കതിലോട്ട് അരിക്കനുസരിച്ചുള്ള വെള്ളം, ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്കതിലോട്ട് അരിയും ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് കുക്കർ അടിച്ച് ഒറ്റ ഫീസലിലൂടെ നമ്മളെ റൈസ് ഇവിടെ റെഡിയാവും. ആ സമയത്ത് നമ്മളെ സോയാബീനൊക്കെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഡ്രൈ ആയി പോകരുത്, വല്ലാണ്ട് ഒരു മീഡിയം വേവിലാക്കിക്കൊണ്ട് എടുക്കുക കേട്ടോ. കാരണം വേവും വേണം, എന്നാലും അത് ഡ്രൈ ആയി ഉണങ്ങി പിടിക്കരുത്. അപ്പോൾ കടിച്ച് തിന്നുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കൊക്കെ. ഇതുപോലെ ആക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളാണ്. പിന്നെ സോയാബീൻ ഇഷ്ടമുള്ള എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ വെച്ചാൽ ചോറിൻ്റെ കൂടെയൊക്കെ കറി 2 പണി എടുക്കണം രാവിലെ തന്നെ. അപ്പോൾ ഇതൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഒറ്റ പണി മതി, റൈസ് മാത്രം വെച്ച്. പിന്നെ ഇതുപോലെ തട്ടിക്കൂട്ടി റെസിപ്പി ആക്കി കൊടുത്താൽ സൂപ്പറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൈസും സോയാബീനൊക്കെ വെന്തതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ മതി കേട്ടോ, കുറച്ച് തന്നെ മതി. കാരണം നമ്മൾ സോയാബീൻ പൊരിക്കുമ്പോഴൊക്കെ ഓയിൽ അതിൽ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിലോട്ട് കടുക് പൊട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കടുക് ചേർത്ത് കൊടുക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലോട്ട് നമ്മൾ ഒരു വലിയ ഉള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. ഒരു വലിയ ഉള്ളിയും ഒരു ഇച്ചിരി ഭയങ്കര സൗണ്ടായിട്ട് വരും നന്നായിട്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഉള്ളിയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് താളി വയ്ക്കാൻ മതി. അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത സോയാബീനും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ ചോറ് ഇവിടെ റെഡി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് മല്ലിയിലും കൂടി അരിഞ്ഞിട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് കറിയൊന്നും ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഈ റൈസിന് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് വരും, കാരണം ജീരകവും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ആട്ടോ ഈ റൈസിന്. അപ്പം ഇതിന് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് മുട്ട പൊരിക്കുക, അതുപോലെ തന്നെ മുട്ട വരങ്ങി പൊരിക്കുമല്ലോ പുഴുങ്ങിങ്ങാണ്ട്, അതുപോലെയൊക്കെ ചെയ്ത് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനൊക്കെ സൂപ്പറാട്ടോ. സിമ്പിളായിട്ട് രാവിലെ തന്നെ എണീറ്റാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയല്ല. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമ്മളെ സോയാബീൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവരും ഒന്നും കൂടി പറയുകയാണെങ്കിൽ പ്ലീസ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.